മാർപ്പാപ്പയ്ക്കൊപ്പം 7 വർഷം പാപ്പയുടെ വസതിയിൽ പ്രവർത്തിച്ച മലയാളി സിസ്റ്റർ ഫിലോമിന ചെറുപ്ലാവിൽ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. പാപ്പയുടെ പ്രാർത്ഥനാ ജീവിതവും മനുഷ്യസ്നേഹവും എല്ലാം നേരിട്ട് അനുഭവിച്ചറിയാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് സിസ്റ്റർ. താമരശ്ശേരി രൂപതയിൽ നിന്നുള്ള ആളാണ്. ഇപ്പോൾ മണിപ്പൂരിലാണ് സിസ്റ്റർ ഫിലോമിന പ്രവർത്തിക്കുന്നത്. പാപ്പയ്ക്കൊപ്പമുള്ള ഓർമ്മകൾ ഒരുപാടുണ്ടാകും സിസ്റ്റർ. ഈ ഒരു അവസരത്തിൽ എന്താണ് ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് മാർപ്പാപ്പയെ പറ്റി ഒത്തിരി നല്ല കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലുള്ളത്. ഒത്തിരി പറഞ്ഞാലും തീരാത്ത പോലെ കാര്യങ്ങളുണ്ട് പാപ്പയെ പറ്റി പറയാനായിട്ട്. ഏറ്റവും എന്നെ ഹൃദയം സ്പർശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പാപ്പയുടെ എളിമയാണ്. വളരെ എളിമയോടുകൂടിയുള്ള ജീവിതമായിരുന്നു പാപ്പ നയിച്ചത്. മറ്റുള്ളവരിൽ നിന്നൊന്നും വ്യത്യസ്തമായിട്ടൊന്നും പാപ്പ പ്രതീക്ഷിച്ചിരുന്നില്ല. എപ്പോഴും പാവങ്ങളുടെ കൂടെ ആയിരിക്കുക, മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നുവോ അതുപോലെ ജീവിക്കാനായിട്ടാണ് പാപ്പ താല്പര്യപ്പെട്ടത്. അത് തന്നെ എനിക്ക് അവിടെ പാപ്പയുടെ കൂടുതൽ താമസിക്കാനായിട്ട് അവസരം ലഭിച്ചപ്പോൾ എന്നെ ഏറ്റവും സ്പർശിച്ചൊരു കാര്യമാണ് പാപ്പയുടെ സിംപ്ലിസിറ്റി. പിന്നെ പാപ്പയുടെ ജീവിത മാതൃക കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചു. വാക്കുകളെക്കാളും കൂടുതലായിട്ട് സ്വന്തം ജീവിത ശൈലി കൊണ്ട് പാപ്പ ഞങ്ങളെ കുറേ കാര്യങ്ങള് ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. പാപ്പയുടെ ജീവിതം കണ്ടുകൊണ്ട് ഞങ്ങളത് പഠിക്കുവാനായിട്ട് സാധിച്ചു. ഈശോയുടെ ജീവിതം സ്വന്തം ജീവിതമാക്കി മാറ്റിയ ഒരു പാപ്പയായിരുന്നത്. പിന്നെ പാപ്പയെ പറ്റി പറഞ്ഞാല് പാപ്പ ഹി വാസ് എ ഹ്യൂമൻ. വളരെ മനുഷ്യരോടൊപ്പമുള്ള ഒരു ജീവിതമായിരുന്നു പാപ്പയുടെ. ഇപ്പൊ നമ്മളിപ്പം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്താണെങ്കിലും ആരെ കണ്ടാലും പാപ്പ ഒന്ന് ഗ്രീറ്റ് ചെയ്യാതെ പോകത്തില്ല. ബൊഞ്ചോർണോ സുഖമാണോ എന്ന് ചോദിച്ചിട്ടേ പാപ്പ പോകുള്ളൂ. ആരെയും പാപ്പ അവഗണിക്കത്തില്ലായിരുന്നു. എല്ലാരെയും ഒരുപോലെ, എല്ലാവരോടും സ്നേഹത്തോടെ, ഒരു പുഞ്ചിരിയോടെ. അപ്പൊ ചിലരൊക്കെ ചില സമയത്ത് പാപ്പയുടെ ആ ഒരു ഗ്രീറ്റിംഗ് കിട്ടാൻ വേണ്ടി പോലും പാപ്പയുടെ മുമ്പിലോട്ട് വരാറുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും ഞങ്ങളെ സ്പർശിച്ച ഒരു കാര്യമാണ് പാപ്പയുടെ ആ പാവങ്ങളോടുള്ള സ്നേഹവും ലളിതമായിട്ടുള്ള ജീവിതവും. പിന്നെ പാവങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്നു പാപ്പയ്ക്ക് പാവങ്ങളോട്. അപ്പൊ എപ്പോഴും പാപ്പ സൂചിപ്പിച്ചിരുന്നത് പാവങ്ങള് പൂർ ആർ ദ പാസ്പോർട്ട് ഫോർ അസ് ടു റീച്ച് ടു പാരഡൈസ്. അപ്പം അവര് നമ്മൾക്ക് ഒരു വേ ആണ് കർത്താവിലേക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് പർദീസ പ്രാപിക്കാനായിട്ടുള്ള ഒരു പാസ്പോർട്ടായിട്ടാണ് പാപ്പ പാവങ്ങളെ കണ്ടത്. പിന്നെ തീർച്ചയായിട്ടും സിസ്റ്റർ, ലളിത ജീവിതത്തെ കുറിച്ച് അങ്ങ് പറഞ്ഞല്ലോ. ഈ അദ്ദേഹത്തെ പാപ്പയായി തെരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഈ പാനപാത്രം കഴിയുമെങ്കിൽ ഒഴിവാകട്ടെ എന്നും എന്നെ തെരഞ്ഞെടുത്തതിൽ എൻ്റെ സഹോദരന്മാരോട് ദൈവം ക്ഷമിക്കുമായിരിക്കും എന്നുമാണ് അദ്ദേഹം ആ പാപ്പ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ പറഞ്ഞത് എന്ന് കേട്ടിട്ടുണ്ട്. ഒപ്പം അദ്ദേഹത്തിന്റെ ലളിത ജീവിതം, അദ്ദേഹം അതുവരെ ധരിച്ചിരുന്ന ഷൂവും വസ്ത്രങ്ങളും തന്നെ ഇനി മുന്നോട്ടും ഞാൻ ധരിക്കുമെന്നൊക്കെ എടുത്ത തീരുമാനങ്ങൾ, അതൊക്കെ നമ്മളെ അത്രത്തോളം അദ്ദേഹത്തിന്റെ ജീവിതം ലളിതമായിരുന്നുവെന്നും അത് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ നേരിട്ട് കണ്ട് അനുഭവിച്ചറിയാൻ താങ്കൾക്ക് സാധിച്ചു എന്നത് വലിയ ഭാഗ്യമല്ലേ? പിന്നെ പാപ്പ ആദ്യമായിട്ട് തന്നെ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വന്നപ്പോഴും പാപ്പ തല കുനിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശരി, പറഞ്ഞോളൂ സിസ്റ്റർ, കേൾക്കാം. അപ്പൊ അത് തന്നെ പാപ്പയുടെ ആ ഒരു ചെറിയൊരു മനസ്സ്, അതായത് ഏറ്റവും എളിയവരിൽ എളിയവനായ ഒരു വ്യക്തിയെ പോലെയാണ് പാപ്പ വന്ന് എല്ലാവരുടെയും മുമ്പിൽ, അതായത് ലോക ജനതയുടെ മുമ്പിൽ തല കുനിച്ചിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അതിൽ തന്നെ നമുക്കറിയാം പാപ്പ എന്തുമാത്രം ഒരു എളിയവനായിരുന്നു, വളരെ സിമ്പിളായിരുന്നു എന്നുള്ളത്. ശരി, ഞാൻ സിസ്റ്ററിലേക്ക് വരാം. ഇപ്പോൾ ഫാദർ തോമസ് തറയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഫാദർ, അവിടെ പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ഇപ്പോൾ നടക്കുന്ന ചടങ്ങ് എന്താണ്? ദിവ്യബലിയുടെ സമാപന പ്രാർത്ഥന, ദിവ്യഭോജനാനന്തര പ്രാർത്ഥന കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ മുഖ്യ കാർമ്മികൻ മൃതദേഹ പേടകത്തിന്റെ അടുത്ത് വന്ന് സമാപന പ്രാർത്ഥന അർപ്പിക്കുകയാണ്. മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിലെ പ്രാർത്ഥനകളാണ് ഇപ്പോൾ സമർപ്പിക്കുന്നത്.